വെൽക്കം ടു വൈൽഡ് മെലോ. ഇന്നത്തെ വീഡിയോ 2025 PSC ഇനി നടത്താനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ 10th മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണിത്. ലെറ്റ്സ് സ്റ്റാർട്ട്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചാമ്പൈ സോറൻ? ജാർഖണ്ഡ്. ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചാമ്പൈ സോറൻ? ജാർഖണ്ഡ്. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 5 പേർക്ക്. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 5 പേർക്ക്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെ? കൊച്ചി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തതെവിടെ? കൊച്ചി. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ്? റഫീഖ് അഹമ്മദ്. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ്? റഫീഖ് അഹമ്മദ്. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? കെയർ. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? കെയർ. 2024 നടന്ന ICC അണ്ടർ-19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കളായത് ഓസ്ട്രേലിയ. 2024 നടന്ന ICC അണ്ടർ-19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കളായത് ഓസ്ട്രേലിയ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ഖത്തർ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ഖത്തർ. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. 5ാമത് വിമൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നതെവിടെ? കൊച്ചി. 5ാമത് വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നതെവിടെ? കൊച്ചി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് വലിയംപറമ്പ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് വലിയപറമ്പ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആര്? രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആര്? രവിചന്ദ്രൻ അശ്വിൻ. കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം? VKC മുഹമ്മദ് കോയ. കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാൻ? VKC മുഹമ്മദ് കോയ. മാംസത്തിന്റെ രുചിയുള്ള അരിയായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ദക്ഷിണ കൊറിയ. മാംസത്തിന്റെ രുചിയുള്ള അരിയായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ദക്ഷിണ കൊറിയ. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? തടികൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? തടികൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് BR അംബേദ്കർ ഭവൻ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് BR അംബേദ്കർ ഭവൻ. എന്താണ് T50? രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ ടണൽ. എന്താണ് T50? രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ ടണൽ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി? ഇന്ത്യയുടെ വിഭജനം. എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി? ഇന്ത്യയുടെ വിഭജനം.
ഇന്റർനാഷണൽ ആർമി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടിയതെവിടെയാണ്? ഇംഫാൽ. ഇന്റർനാഷണൽ ആർമി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടിയതെവിടെ? ഇംഫാൽ. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായൺ. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായണൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഇവരെല്ലാം: ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന് നേതൃത്വം നൽകിയവര് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52 കാലഘട്ടത്തില്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52 കാലഘട്ടം. ഏതു ഭാഷ സംസാരിക്കുന്നവർക്കായാണ് 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചത്? തെലുങ്ക്. ഏത് ഭാഷ സംസാരിക്കുന്നവർക്കായിട്ടാണ് 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചത്? തെലുങ്ക്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനം ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനം ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ജാതി, മത, വർഗ, ഭാഷ, ലിംഗഭേദ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രായപൂർത്തി വോട്ടവകാശം. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രായപൂർത്തി വോട്ടവകാശം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാൻ സഹായകമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? നിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാൻ സഹായകമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേതാണ്? നിർദ്ദേശക തത്വങ്ങൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന സംവിധാനമേതാണ്? നോട്ട. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന സംവിധാനം നോട്ട. താഴെ പറയുന്നവയിൽ ആരുടെ തെരഞ്ഞെടുപ്പിലാണ് പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമുള്ളത്? ഉപരാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ ആരുടെ തിരഞ്ഞെടുപ്പിലാണ് പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമുള്ളത്? ഉപരാഷ്ട്രപതി. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതുമായ ജില്ല ഏതാണ്? മലബാർ. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതുമായ ജില്ല മലബാർ. നെല്ലിക്കമ്പട്ടി ഗെയിം സാഞ്ചുറി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കമ്പട്ടി ഗെയിം സാഞ്ചുറി ഇപ്പോൾ അറിയപ്പെടുന്ന പേരേതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? 9. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? 9. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല? എറണാകുളം. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല? എറണാകുളം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം മലനാട്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം? ചിന്നാർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം? ചിന്നാർ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന: വലുപ്പത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21, ജനസംഖ്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13, ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 2.76% കേരളത്തിലേത്,
കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 3 ഓപ്ഷൻ ഡി ആണ് തെറ്റ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 2 കർണാടകയും തമിഴ്നാടും. പമ്പാ നദിയുടെ പ്രധാന പോഷക നദി അല്ലാത്തതേത്? തൂതപ്പുഴ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദി അല്ലാത്തതേതാണ്? തൂതപ്പുഴ. കക്കി, കല്ലർ, അഴുതയൊക്കെ പമ്പാ നദിയുടെ പോഷക നദികളാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏതാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏതാണ്? പയ്യന്നൂർ. മലയാളി മെമ്മോറിയലിലെ 3ാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയലിലെ 3ാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? ഡോക്ടർ പൽപു. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാണ്? കുമാരനാശാൻ. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാണ്? കുമാരനാശാൻ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി അറിയപ്പെട്ടതേത്? സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി അറിയപ്പെടുന്നതേത്? സമത്വ സമാജം. കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന 1ാം സമ്മാനത്തുകയുള്ള ലോട്ടറി ഏതാണ്? 50-50. പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന 1ാം സമ്മാനത്തുകയുള്ളത് ഏത് ലോട്ടറിക്കാണ്? 50-50. ഡക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഡക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുള. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആറന്മുള. കാൻഫെഡിന്റെ പ്രവർത്തനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അനൗപചാരിക വിദ്യാഭ്യാസം. കാൻഫെഡിന്റെ പ്രവർത്തനം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അനൗപചാരിക വിദ്യാഭ്യാസം. കൊച്ചി മുസിരീസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കലാപ്രദർശനം. കൊച്ചി മുസിരീസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കലാപ്രദർശനം. ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം. പുളിപ്പുള്ള പഴങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. പുളിപ്പുള്ള പഴങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ഏത് പോഷകത്തിന്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? അയഡിൻ. ഏത് പോഷകത്തിന്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? അയഡിൻ. HIV അഥവാ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ചിഹ്നം ഏതാണ്? റെഡ് റിബൺ. HIV അഥവാ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ചിഹ്നം ഏതാണ്? റെഡ് റിബൺ. അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണം എന്താണ്? ഫംഗസ്. അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണം എന്താണ്? ഫംഗസ്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു? അൾട്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അൾട്രാസോണിക്. ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്രയാണ്? 746 വാട്ട്. ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്രയാണ്? 746 വാട്ട്. ഒരു വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. ഒരു വസ്തുവിന്റെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായി റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്. ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായിട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുള്ള നിര ഏതാണ്? ശിവാലിക്. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുള്ള നിര ശിവാലിക്. കറൻസി നോട്ടുകളിൽ എല്ലാം തന്നെ എവറസ്റ്റ് കൊടുമുടി ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? നേപ്പാൾ. കറൻസി നോട്ടുകളിൽ എല്ലാം തന്നെ എവറസ്റ്റ് കൊടുമുടി ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? നേപ്പാൾ.
വേദങ്ങളിൽ പരാമർശമുള്ളതും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതുമായ നദി ഏതാണ്? സരസ്വതി. വേദങ്ങളിൽ പരാമർശമുള്ളതും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതുമായ നദി സരസ്വതി. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി താപ്തി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? കായലുകളും അഴിമുഖങ്ങളും കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഈ പ്രദേശത്തെ നദികൾ ഡെൽറ്റകൾ രൂപവൽക്കരിക്കുന്നില്ല. താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലം. തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷത അല്ല. മാട്ടുപ്പെട്ടിയിലെ ഇൻവോസിസ് പ്രോജക്റ്റിൽ ജന്മമെടുത്ത സങ്കര ഇനം പശു ഏത്? സുനന്ദിനി. മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റിൽ ജന്മമെടുത്ത സങ്കര ഇനം പശു ഏത്? സുനന്ദിനി. കേരളത്തിലെ ഏതാനും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കമാലി, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരിയായ ജോഡികൾ ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ശരിയാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ശരിയാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കമാലി തെറ്റാണ്. അങ്കമാലി അല്ല, കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ശരിയാണ്. തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി എന്നിവ ഏത് വിളയുടെ തനത് ഇനങ്ങൾക്ക് ഉദാഹരണമാണ്? നെല്ല്. തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി എന്നിവ ഏത് വിളയുടെ തനത് ഇനങ്ങൾക്ക് ഉദാഹരണമാണ്? നെല്ല്. ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യമേത്? അസോള. ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യമേത്? അസോള. എന്തുമായി ബന്ധപ്പെട്ടതാണ് സെറികൾച്ചർ? പട്ടുനൂൽ കൃഷി. എന്തുമായി ബന്ധപ്പെട്ടതാണ് സെറികൾച്ചർ? പട്ടുനൂൽ കൃഷി. എന്തുമായി ബന്ധപ്പെട്ടതാണ് ട്രൈക്കോ കാർഡുകൾ? ജീവാണു കീടനിയന്ത്രണ മാർഗം. എന്തുമായി ബന്ധപ്പെട്ടതാണ് ട്രൈക്കോ കാർഡുകൾ? ജീവാണു കീടനിയന്ത്രണ മാർഗം. ചുവടെ പറയുന്നവയിൽ മത്സരം അതായത് കോമ്പറ്റീഷൻ വിഭാഗത്തിലെ ജീവബന്ധത്തിന് ഉദാഹരണം വിളകളും കളകളും. ചുവടെ പറയുന്നവയിൽ മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലെ ജീവബന്ധത്തിന് ഉദാഹരണം ഏതാണ്? വിളകളും കളകളും. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം? 1973. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973. റെഡ് ഡാറ്റ ബുക്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ജന്തു ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. റെഡ് ഡാറ്റ ബുക്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചത് സിംഹവാലൻ കുരങ്ങ്. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ പടത്തലവനാരായിരുന്നു? തലക്കൽ ചന്തു. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ പടത്തലവനാരായിരുന്നു? തലക്കൽ ചന്തു. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1976 ജനിച്ചു. 1802 തിരുവിതാംകൂറിലെ ദളവയായി നിയമിതനായി. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് വേലുത്തമ്പി തിരുവിതാംകൂറിലെ ദളവയായി നിയമിതനാകുന്നത്. 5 വർഷത്തോളം തിരുവിതാംകൂറിലെ ദളവയായി വേലുത്തമ്പി ഭരണം നിർവഹിച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം 4ഉം വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന 1765 ജനിച്ചു. 1802 തിരുവിതാംകൂറിലെ ദളവയായി നിയമിതനായി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2016. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2016. 1941 സ്ഥാപിതമായ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? S. നീലകണ്ഠ അയ്യർ. 1941 സ്ഥാപിതമായ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? S. നീലകണ്ഠ അയ്യർ. 1935 നടന്ന കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കുഞ്ഞ്. 1935 നടന്ന കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കുഞ്ഞ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1928 ഡൽഹിയിൽ സ്ഥാപിതമായ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ പറഞ്ഞ 4 പോയിന്റും ശരിയാണ്. 1928 ഡൽഹിയിൽ സ്ഥാപിതമായ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരായിരുന്നു നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ വളർന്നുവന്ന സംസ്കാരം? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ വളർന്നുവന്ന സംസ്കാരം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ആദ്യ ഉത്ഖനനം നടന്നത് എവിടെയാണ്? ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ആദ്യ ഉത്ഖനനം നടന്നത് എവിടെ? ഹാരപ്പ. ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിന്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിന്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ. പേയ്മെന്റ് ബാങ്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സവിശേഷ ബാങ്കുകൾ. പേയ്മെന്റ് ബാങ്കുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സവിശേഷ ബാങ്കുകൾ. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? 1969. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുടുംബം. ചുവടെ തന്നിരിക്കുന്നതിൽ ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുടുംബം. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഏറ്റവും ഊർജം കൂടിയ പ്രകാശ തരംഗം വയലറ്റ്. ഏറ്റവും ഊർജം കൂടിയ പ്രകാശ തരംഗം വയലറ്റ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.